ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബാഹുൽ രമേശ് തിരക്കഥ എഴുതി അദ്ദേഹം തന്നെ DOP ചെയ്ത്, ശ്രീജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത്, മുജീദ് മജീദ് മ്യൂസിക് ചെയ്ത്, സൂരജ് ES എഡിറ്റിംഗ് ചെയ്ത്, ശ്രീജിത്ത് വാര്യർ കളറിങ് ചെയ്ത് അതിഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ് ഇക്കോ. ഇന്ന് നമ്മൾ ഇക്കോയുടെ റിവ്യൂ ആണ് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത പടം, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ കൈയടിക്കും, ലാസ്റ്റത്തെ സീൻ കഴിയുമ്പോൾ നമ്മൾ കൈയടിച്ച് പോകും. അത്ര കിടിലൻ അനുഭവമാണ് ഈ സിനിമ. മനുഷ്യരുടെ ഒപ്പം തന്നെ ഡോഗ്സിനും വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു സിനിമയാണ്. എങ്ങനെയാണ് ഈ ഡോഗ്സിനെ ഇങ്ങനെ ട്രെയിൻ ചെയ്തതെന്നുള്ള കാര്യം അതിശയമാണ്. കാരണം ഇവരുടെ മുന്നത്തുള്ള സിനിമ ആണെങ്കിലും ശരി, മൃഗങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഇത് അതിനേക്കാൾ ഒരു പടി മുകളിലാണ് ഈ ഒരു ട്രെയിനിങ് കേട്ടോ. ഈ സിനിമയിനകത്ത് നായ്ക്കളുടെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്കങ്ങനെ ഫീൽ ചെയ്യും. അവർ കുരയ്ക്കുന്ന സീനിലൊക്കെ, അല്ലെങ്കിൽ അവരുടെ ആ ശൗര്യം കാണിക്കുന്ന സീനിലൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ അറിയാണ്ട് ഒരു ഭയം വന്നു പോകും. അത്ര അടിപൊളിയായിട്ട് തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അഭിനയിച്ചേക്കുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയെന്ന് വാക്ക് ചേർക്കാതെ എനിക്ക് ഒരാളുടെ അഭിനയം പോലും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് സൂപ്പറായിട്ടാണ് ഓരോരുത്തരും ചെയ്തേക്കുന്നത്. കാസ്റ്റിംഗ് കൈയടിക്കണം. ഈ കാസ്റ്റിംഗ് തിരഞ്ഞെടുത്ത ആൾക്കാരെ അഭിനന്ദനം അർഹിക്കുന്നവരാണ്. കാരണം ഈ ഒരു സിനിമയ്ക്ക് ഓരോരുത്തരും ചെയ്ത ക്യാരക്ടേഴ്സിനെ മറ്റൊരാളെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്ര രീതിയിനകത്ത് ഈ ഓരോ കഥാപാത്രങ്ങളും പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സന്ദീപ് പ്രദീപ് മച്ചാൻ സൂപ്പർ, എന്താ പറയുക, കരിയർ ബെസ്റ്റ് എന്നൊക്കെ പറയുന്ന പെർഫോമൻസ് തന്നെയാണ്. എനിക്ക് തോന്നിയില്ല സന്ദീപ് ഇത് അഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നില്ല, ജീവിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉള്ളൊരു പയ്യൻ എങ്ങനെയായിരിക്കും, അവൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും, അവൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും, അവൻ്റെ നിപ്പ് എങ്ങനെയായിരിക്കും, നടപ്പ് എങ്ങനെയായിരിക്കും, അതൊക്കെ അതുപോലെ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഡയലോഗ് പറയുന്ന അവിടെയൊക്കെ അടിപൊളിയാണ്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ഇതെന്തിങ്ങനെ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവില്ല. ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാണ്ട് എന്നാൽ വളരെ തന്മയത്വത്തോടെ ഓരോ മരത്തിൻ്റെ ചില്ലയിലൊക്കെ ചാടിക്കേറി പോണ സീനൊക്കെ ഉണ്ട്. വളരെ എന്താ പറയുക, മനോഹരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് സന്ദീപിനല്ലാണ്ട് വേറൊരാളെയും നമുക്ക് ഈ ഒരു രീതിയിനകത്ത് മറ്റൊരാളെയും നമുക്ക് ഈ സിനിമയിനകത്ത് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ അശോകനുണ്ട്, വിനീതുണ്ട്, നരേനുണ്ട്, വിനു പബ്ബു ഉണ്ട്. ഇവർക്ക് കിട്ടിയ കഥാപാത്രങ്ങളെല്ലാം അത്രയും മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് പേഴ്സണലി എടുത്ത് പറയാൻ തോന്നുന്നൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് വിനീതാണ്. വിനീതിന് എൻ്റെ മനസ്സിനകത്തൊരു പെർഫോമൻസ് ലെവലുണ്ട്. ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ മൃഗീയത അത് കാണിക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ അദ്ദേഹം ചിരിക്കുന്നൊരു ചിരിയുണ്ട്. അയ്യോ, നമ്മളിങ്ങനെ ഇത് വിനീത് തന്നെയാണോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. അത്ര അടിപൊളി പെർഫോമൻസ്. വേറൊരു സിനിമേനകത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു വിനീതിൻ്റെ പെർഫോമൻസ്